LDF വികസന മുന്നേറ്റം മധ്യമേഖലാ ജാഥ 9 ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിലെ മുണ്ടക്കയം ബസ് സ്റ്റാൻഡ് മൈതാനിയിൽ സ്വീകരണം നൽകും. LDF സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലെത്തിക്കാനും കേരളത്തിൽ ഇടതുപക്ഷ ഭരണം തുടരാനും നവകേരളത്തിന്റെ വികസന കുതിപ്പിനായി LDFനെ പിന്തുണയ്ക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഫെബ്രുവരി 6-ന് ആറന്മുളയിൽ നിന്നും ആരംഭിച്ച മധ്യമേഖലാ ജാഥ കോട്ടയം ജില്ലയിലെ പാലായും കാഞ്ഞിരപ്പള്ളിയും കഴിഞ്ഞ് 9 ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് മുണ്ടക്കയത്ത് എത്തിച്ചേരും. കേരള കോൺഗ്രസ് എം ചെയർമാൻ ശ്രീ ജോസ് കെ മാണി എംപിയുടെ നേതൃത്വത്തിൽ ആറന്മുളയിൽ നിന്ന് ആരംഭിച്ചു. ആ ജാഥ തിങ്കളാഴ്ച 9-ാം തീയതി തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പൂഞ്ഞാർ നിയോജകമണ്ഡലത്തിലെ സ്വീകരണം ഏറ്റുവാങ്ങാൻ മുണ്ടക്കയത്ത് എത്തിച്ചേരുകയാണ്. ആ ജാഥയിലൂടെ ഉദ്ദേശിക്കുന്നത് LDF സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലെത്തിക്കാനും കേരളത്തിൽ ഇടതുപക്ഷ ഭരണം വീണ്ടും തുടരാനും നവകേരളത്തിൻ്റെ വികസന കുതിപ്പിനായി LDFനെ പിന്തുണയ്ക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടുമാണ് ഫെബ്രുവരി 6-ന് ആറന്മുളയിൽ നിന്ന് ആരംഭിച്ച മധ്യമേഖല ജാഥ കോട്ടയം ജില്ലയിലെ പാലായിലും കാഞ്ഞിരപ്പള്ളിയും കഴിഞ്ഞ് 9-ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് മുണ്ടക്കയത്ത് എത്തിച്ചേരുന്നു. ജോസ് കെ മാണി MP ക്യാപ്റ്റനായും KK ശൈലജ ടീച്ചർ, PK ബിജു, PP സുനീർ, സാബു ജോർജ്, സുഭാഷ് പുഞ്ചക്കോട്ടിൽ, ഡോക്ടർ വർഗീസ് ജോർജ്, മാത്യൂസ് കോലഞ്ചേരി, KG പ്രേംജിത്ത്, ഫ്രാൻസിസ് തോമസ്, MA ലത്തീഫ്, ബിനോയ് ജോസഫ് എന്നിവർ അംഗങ്ങളുമായുള്ള മധ്യമേഖലാ ജാഥയെ മുണ്ടക്കൈ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ജംഗ്ഷനിൽ താളമേള അകമ്പടിയോടെ സ്വീകരിക്കും. പാർട്ടി ചെയർമാൻ ശ്രീ ജോസ് കെ മാണി നയിക്കുന്ന ജാഥയെ ഏറ്റവും ആവേശകരമായിട്ടാണ് പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിലെ LDFന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ സ്വീകരിക്കുന്നത്. അതിന് കാരണം പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൻ്റെ ചരിത്രത്തിൽ മുമ്പെങ്ങുമില്ലാത്ത വിധത്തിലുള്ള വികസന പൂർത്തീകരണം സാധ്യമായ നാളുകളിലാണ് ഈ ജാഥ വരുന്നത് എന്നാണ്. ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, കഴിഞ്ഞ 10-15 കൊല്ലക്കാലത്തെ വികസന പ്രവർത്തനങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ ആ കാലയളവിലാകെ നടന്നതിനേക്കാൾ വലിയ മുന്നേറ്റം ഈ കാര്യത്തിൽ പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും അവസാനം നമ്മുടെ വാഗമൺ റോഡ്, മുണ്ടക്കയം ഇളങ്കാട് വാഗമൺ റോഡ് ഇപ്പോൾ പണി പൂർത്തീകരണത്തിൻ്റെ പാതയിലാണ്. അതിൻ്റെ നിർമ്മാണം ത്വരിതഗതിയിൽ നടന്നു വരികയാണ്. ഈ നിയോജക മണ്ഡലത്തിൻ്റെ 9 ഗ്രാമപഞ്ചായത്തും ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയും ഉൾക്കൊള്ളുന്ന ഈ നിയോജക മണ്ഡലത്തിൻ്റെ ഏതു പ്രദേശത്ത് എന്ന് പരിശോധിച്ചാലും കഴിഞ്ഞ 10-15 വർഷക്കാലത്തെ ആകെ നടന്നിട്ടുള്ള വികസനങ്ങളെക്കാൾ ഏറെ മുന്നേറ്റം സാധ്യമായ കാലമാണ്. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ നിന്നും ഒരുപാട് മുന്നോട്ട് വരാൻ ഈ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ ജനങ്ങൾ കേരള ഭരണം ഏൽപ്പിക്കാൻ അനുയോജ്യമായ കരങ്ങൾ ഇടതുമുന്നണിയുടേതാണ് എന്ന് കഴിഞ്ഞ തവണ ഭരണം നൽകിയപ്പോൾ തന്നെ അംഗീകരിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഒരിക്കൽ കൂടി ആവർത്തിച്ച് മൂന്നാമതും ഒരു ഇടതുമുന്നണി ഭരണം സംസ്ഥാനത്തുണ്ടാകും. ഇതിപ്പോൾ നൽകുന്ന ഈ ജാഥയുടെയൊക്കെ സ്വീകരണങ്ങൾ, വൻപിച്ച ജനപങ്കാളിത്തം, ഇതിനു മുമ്പൊരിക്കലും ഇടതുമുന്നണിയോടൊപ്പം നിന്നിട്ടില്ലാത്ത വിഭാഗങ്ങളൊക്കെ ഇടതുമുന്നണിയോട് ചേർന്ന് വരുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ രാഷ്ട്രീയമായി ഇടതുപക്ഷത്തിന് അനുകൂലമായ സാഹചര്യമാണ്. പിന്നെ ഈ മണ്ഡലത്തിലെ വികസനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒട്ടനവധി പദ്ധതികൾ ഉണ്ട്. പക്ഷേ ഞാൻ ഒരു കാര്യം മാത്രം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ വീടുകളിലെല്ലാം കുടിവെള്ളം എത്തിക്കുന്ന ആ പദ്ധതി ഇപ്പോൾ അതിൻ്റെ പ്രവർത്തനം നല്ല നിലയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. തുടർന്ന് ബസ് സ്റ്റാൻഡ് മൈതാനിയിൽ ചേരുന്ന പൊതുസമ്മേളനത്തിൽ ജാഥ ക്യാപ്റ്റൻ ജോസ് കെ മാണി, KK ശൈലജ ടീച്ചർ, PK ബിജു, PP സുനീർ തുടങ്ങിയ ജാഥ അംഗങ്ങളും അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ MLA, KJ തോമസ് ex-MLA, CPIM ജില്ലാ സെക്രട്ടറി TR രഘുനാഥൻ, CPI ജില്ലാ സെക്രട്ടറി സന്തോഷ് കുമാർ, കേരള കോൺഗ്രസ് എം ജില്ലാ പ്രസിഡന്റ് ലോപ്പസ് മാത്യു, K രാജേഷ്, OPS സലാം, അഡ്വക്കേറ്റ് സാജൻ കുന്നത്ത്, കുര്യാക്കോസ് VJ, ജോർജ് കുട്ടി അഗസ്തി, PS സുനിൽ, ഷമീം അഹമ്മദ്, ജോയി ജോർജ്, MG ശേഖരൻ, തങ്കമ്മ ജോർജ് കുട്ടി, രമ മോഹനൻ, മറ്റു ഘടകകക്ഷി നേതാക്കൾ എന്നിവർ പ്രസംഗിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ MLA, K രാജേഷ്, കുര്യാക്കോസ് VJ, അഡ്വക്കേറ്റ് സാജൻ കുന്നത്ത്, ഉണ്ണിരാജ് പത്മാലയം, നിജാസ് എരുമേലി എന്നിവർ പങ്കെടുത്തു.